കേൾക്കുന്നവർക്ക് ആവർത്തന വിരസതയുടെ നിർവികാരഭാവം. പറയേണ്ടവർക്ക് എമ്പാടും പറയാനുണ്ട്. ജീവിത ഓട്ടത്തിനിടയിൽ കേൾക്കേണ്ടവരെ കേൾക്കാതിരുന്നപ്പോൾ കേൾക്കേണ്ടവർ ബോധപൂർവം വിരസഭാവത്തിലേക്ക് പോയതും ആവാം. ഇവിടെ ആരും തെറ്റുകാരല്ല. ഇവിടേക്കാണ് UBI കേൾക്കേണ്ടവരെ കേൾക്കാനും കേൾക്കുന്നവരെ കേൾപ്പിക്കാനുമായി ഒരു ശ്രമം നടത്തുന്നത്. ജീവിത ഓട്ടത്തിനിടയിൽ തളർന്നു പോയവർക്ക് ചെവി കൊടുക്കാൻ UBI യുടെ എളിയ ശ്രമം. കുറച്ച് വർത്താനം പറയാച്ചിട്ട് അങ്ങനെ വന്നാണ് കഥകളൊക്കെ നമുക്ക് അതിലും പോയി, അതിലും സെലക്ഷൻ കിട്ടി. പക്ഷെ അത് ഗവൺമെന്റ് ഉദ്യോഗം കിട്ടിയിട്ട് പേടിയുണ്ട്. തടിയില്ലായിരുന്നോ? തടിയില്ലായിരുന്നോ? വയസ്സൊക്കെ പാടില്ല. 85 വയസ്സായി, 84 വയസ്സ് കഴിഞ്ഞു. ബിസിനസ് എന്തായിരുന്നു? എങ്ങനെ ഇപ്പൊ നിങ്ങള് പിന്നെ നിങ്ങളെ ദിവസം എങ്ങനെ ചെലവാക്കള് നേരത്തെ ചെയ്താലാണ് എങ്ങനെയൊക്കെ? വൈകുന്നേരമാകാന് പ്രയാസം തന്നെയാണ്. അങ്ങനെ കാരണം ആദ്യം നിങ്ങളിങ്ങനെ ചുറ്റി നടന്ന പരിചയമില്ല, അറിയില്ല ഇതിനെപ്പറ്റി. ഇങ്ങനെ അൽപ്പുറത്ത് സാധാരണക്കാരിങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ബൈക്കൈ ആളുകളൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നടക്കണം. അങ്ങനത്തെ ഒരു ഏർപ്പാടാണ്. അതിൻ്റെ ഈ മെൽപ്പറ്റ മുഹമ്മദ് മാഷ്, ഒരു മൂസക്കുട്ടി മാഷ്, ഒരച്ചങ്ങോട്ട് വന്നു. അതിൻ്റെ അതിൽ വന്ന് ആകാശവാണി വായിക്കുന്നത് ഒരാൾ പേര് പറഞ്ഞു. വായിക്കുന്നത് ഭാഗങ്ങൾ ഒക്കെ പറഞ്ഞ പാടുകൾ കാണിപ്പോൾ അത് രണ്ടു മുക്കാല് ഒരു ചായക്ക്. അന്ന് കല്യാണം എന്ന് പറഞ്ഞാല് കല്യാണം ഇന്നിപ്പോ കുഴിമന്തി ചവായ അന്നത്തെ കല്യാണത്തിനുള്ള സംഭവം ഒരു തേങ്ങാച്ചോറും എന്തെങ്കിലും കൊടുക്കും. അല്ല, അന്നത്തെ പാട്ട് ഓർമ്മ ഉണ്ടോ? അങ്ങനെയൊക്കെ പാട്ടുണ്ടാവില്ല. അന്നത്തെ പാട്ടുണ്ട്. കിരികിരി ചെരുപ്പുമ്പോ അന്നത്തെ പാട്ട് പറഞ്ഞാല് ഒന്ന് ഓർക്കുണ്ടോ? രണ്ടുപേരും പാടിക്കണേ. അതായത് പുയ്യാപ്പളണ്ട് ഇറങ്ങുന്ന സമയത്ത് പുയ്യാപ്പള അങ്ങനെ പോകുമ്പോഴേ ഞങ്ങളുടെ പൂതുമാരനും കൂടെയുള്ള സോദരും ഞങ്ങളുടെ പൂതുനാരിയാട് വിലങ്കൊള്ള പോകുന്നേ, അതങ്ങനെ പാടിയിട്ട് ഞങ്ങൾ കുറെ ആൾ ജവാബ് ഇടും. അങ്ങനെ ഞങ്ങളുടെ പൂതുമാരനും അത് പിന്നെ പാനിയിട്ട് ഇങ്ങനെ കുട്ടിയാളം പാടതിൻ്റെ അടുത്ത് ഇങ്ങനെ കൂടി വയലൊക്കെ ഉണ്ടായി. അങ്ങനെ കളിയൊന്നും ചീട്ടണില്ല പറഞ്ഞാല് ഉണ്ട്. രാഷ്ട്രീയം ഒന്നല്ല, ഒരു അനുഭവം നിങ്ങൾക്ക് ഏറ്റവും രസകരം കിട്ടി. അതാണ് വിചാരിച്ചല്ലേ കോളേജ് ഏത് നേരം ആർക്കും കൂക്കും സമരം. ഇയാൾ മറ്റേ ഇംഗ്ലീഷിൽ 4 വർഷം ലക്ഷം മലപ്പുറം കോളേജിൽ നിലവാരം പറഞ്ഞാൽ അന്നൊക്കെ ക്ലാസ് നല്ല ക്ലാസ്സായിരുന്നു. അന്നൊക്കെ കഞ്ചാവൊക്കെ ഉപയോഗം കൂടുതലല്ലേ കോളേജില്? ഇന്നത്തെ മാരില്ല, അന്ന് കഞ്ചാവൊക്കെ കൂടുതലല്ലേ? അല്ല അന്ന് അതൊന്നുമില്ല, അതൊന്നുമില്ല, അന്ന് ലഹരിയൊന്നുമില്ല. ലഹരിയൊന്നുമില്ല. അല്ല അന്ന്